ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 ബ്രെഡ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനേക്ക് എരിവിന് ആവശ്യമായിട്ട് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഞാനൊരു 2 സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. അത് ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂണാണേ. കോൺഫ്ലവർ നമ്മുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൈദാമാവ് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ: മുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്ര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇറച്ചി മസാലയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ചിക്കൻ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാകും. അത് എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പം ഈ പൊടികൾ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, വെള്ളം ചേർക്കാതെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നമ്മൾ ആ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അഥവാ വെള്ളം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇല്ലെന്നുണ്ടെങ്കിൽ മൈദാമാവോ കോൺഫ്ലവറോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇത് മൂന്നിൽ ഏത് വേണേലും നമുക്ക് അന്നേരം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. നന്നായിട്ട് കുഴച്ച് കൊടുക്കണം എന്ന് പറയാൻ നമ്മൾ ഉരുളക്കിഴങ്ങ് കൈ കൊണ്ടാണ് ഒന്ന് പൊടിച്ചെടുത്തേക്കുന്നത്. അന്നേരം ആ ബ്രെഡ് ക്രംസിലും എല്ലാത്തിലുമായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ എല്ലാം ഞാൻ ആ ഷേപ്പിൽ എല്ലാം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. എല്ലാം അങ്ങനെ ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുമ്പോഴേ ഇട്ട് കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും അതിൽ. അത് നമ്മൾ ഏത് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴായാലും നമ്മളിതുപോലെ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുമ്പോൾ മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. എടുത്ത് വെച്ച എല്ലാം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. വളരെ ടേസ്റ്റിയാണ് ഈ പലഹാരം. അതും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.